ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് മെയ് 27-ന് 61 വർഷം തികയുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിൽ അതിർത്തി സംഘർഷം നടക്കുകയും പാകിസ്ഥാനുമായി 3 ദിവസത്തെ ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഇന്ത്യയിലെമ്പാടും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ചേരിചേരാ നയത്തിൻ്റെ പ്രണേതാക്കളിൽ ഒരുപക്ഷെ ലോക നേതാക്കളിൽ 2-3 പേരിൽ ഒരാളായിട്ടാണ് നെഹ്റു അറിയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ നെഹ്റു 1964 മെയ് 27-നാണ് ഹൃദയാഘാതം മൂലം അന്തരിച്ചുവെന്നാണ് അന്ന് വാർത്ത വന്നത്. പ്രത്യേകിച്ച് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നേതാവായിട്ട് അറിയപ്പെട്ടതാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മറ്റ് രാജ്യങ്ങളൊക്കെ നെഹ്റുവിനെ ഒരു വലിയ സമാധാനത്തിൻ്റെ പാലകനായിട്ടാണ് കണ്ടത്. നെഹ്റു അന്തരിച്ചപ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ തന്നെ പറഞ്ഞത് ലോകത്തിന് വലിയൊരു നേതാവിനെ നഷ്ടപ്പെട്ടുവെന്നാണ്. സോവിയറ്റ് യൂണിയൻ്റെ പരമാധികാരിയായിരുന്ന നികിത ക്രൂഷ്ചേവ് പറഞ്ഞതുപോലെയാണ് സോവിയറ്റ് യൂണിയൻ ഒരു വലിയ സുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ലോകത്തെ ജനാധിപത്യവാദികൾക്ക് ഏറ്റവും വലിയൊരു നേതാവിനെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലോക നേതാക്കൾ മുഴുവൻ നെഹ്റു കടന്നുപോയപ്പോൾ ലോകം മുഴുവൻ ആദരാഞ്ജലി അർപ്പിച്ചു. പക്ഷേ നെഹ്റുവിനെ തൻ്റെ വാട്ടർലൂ ആയിട്ട് അറിയപ്പെടുന്ന ഇന്ത്യ ചൈന യുദ്ധമാണ്. ഇപ്പോഴും ചൈന പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ നടത്താൻ, യുദ്ധം എന്ന് പറയുന്നില്ല, ഏറ്റുമുട്ടൽ നടത്താൻ ശ്രമിച്ചപ്പോൾ ചൈനയുടെ ആയുധങ്ങളാണ് മുഴുവൻ അവിടെ പ്രയോഗിച്ചത്. ഒരുപക്ഷെ ഇന്ത്യ അതിനെ തടഞ്ഞു എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകതയാണ്. പക്ഷേ ഒരുപക്ഷെ നെഹ്റുവിന് സംഭവിച്ചത്, നെഹ്റു ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ആയിരുന്നു ചിന്താഗതിയിൽ, കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചൈനയോടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനോട് വലിയ അടുപ്പമായിരുന്നു. അമേരിക്കയാണ് അല്പം മാറ്റി നിർത്തിയിരുന്നത്. ആ നെഹ്റു ഒരുപക്ഷെ പ്രതീക്ഷിച്ചില്ല ചൈന കയറി ഇന്ത്യയെ ആക്രമിക്കുമെന്ന്. സ്വപ്നത്തിൽ പോലും നെഹ്റു പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനു മുൻപ് അവിടെ ഇന്ത്യ സന്ദർശിക്കാനായി ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻലായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈന ബൈ എന്നാണ്. ഇന്ത്യ ചൈന ബൈ. ഇത് ഇന്ത്യയിലും ചൈനയിലും വലിയ മുദ്രാവാക്യമായിരുന്നു. അവിടുന്ന് പോയതിൻ്റെ പിറകെയാണ് ചൈന ഒരു വലിയ അവിശ്വാസം ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്ന പോലെ ഒരു ചതി എന്ന പോലെയാണ് ഇന്ത്യയിൽ കയറി ആക്രമിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളായി 38,000 സ്ക്വയർ കിലോമീറ്റർ അക്സായ് ചിൻ ചൈന പിടിച്ചുകൊണ്ടുപോയി. 10,000 അല്ലെങ്കിൽ സൈനികർ ചൈനയുടെ എരഞ്ഞ് പാഞ്ഞു വരികയായിരുന്നു. ഈ ചൈന ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഡൽഹിയിലുണ്ടായിരുന്നില്ല. നമുക്കൊരു ഇൻ്റലിജൻസ് നമ്മൾ പരാജയപ്പെട്ടു. പലതരത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. ഒരുപക്ഷെ നെഹ്റു എന്ന ലോക സ്റ്റേറ്റ്സ്മാൻ പാളിപ്പോയത് ഇന്ത്യ ചൈന യുദ്ധത്തിലാണ്. ഒരുപക്ഷെ ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. മാവോ സേതൂങ്ങിനെ പോലുള്ളൊരു നേതാവ് അദ്ദേഹം ചെറിയ അസൂയാലുവായിരുന്നു ഒരു കാര്യത്തിൽ. കാരണം ജവഹർലാൽ നെഹ്റുവിനെ അംഗീകരിക്കുന്നത് പോലെ ലോകരാഷ്ട്രങ്ങൾ, അത് സോവിയറ്റ് യൂണിയൻ്റെ ക്രൂഷ്ചേവ് ആയാലും അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി ആയാലും തന്നെ അംഗീകരിക്കുന്നില്ല, തൻ്റെ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം മാവോ സേതൂങ്ങിനുണ്ടായിരുന്നു. അതുകൊണ്ട് നെഹ്റുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരുപക്ഷെ ചൈന ഇന്ത്യയെ കയറി ആക്രമിച്ചത്. അത് കൽക്കട്ട വരെ പിടിച്ചടക്കാനായിരുന്നു തീരുമാനം. ഒരുപക്ഷെ നെഹ്റു അമ്പരന്ന് പോയി. അദ്ദേഹം ഓടിയെത്തുമ്പോഴേക്കും ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുകയാണ്. ഇന്ത്യയുടെ സൈന്യം അതിശക്തമായി ചെറുത്തു. പക്ഷേ അവർക്ക് അവരുടെ ആയുധങ്ങളുടെ കാര്യത്തിലാകെ 303 റൈഫിളും വളരെ ഇന്ത്യയുടെ സൈന്യത്തെ ശക്തമാക്കാൻ നെഹ്റുവിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഇതായിരുന്നു അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ മലയാളിയായിട്ടുള്ള VK കൃഷ്ണമേനോനും കഴിഞ്ഞില്ല. അവർക്കെതിരെയാണ് ഇതിൻ്റെ ആരോപണം ഉയർന്നത്. നെഹ്റു എപ്പോഴും ഒരു സമാധാനവാദിയായിരുന്നു. 1948 പാകിസ്ഥാനിലേക്ക് കരിയപ്പയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ വാക്ക് കേട്ട് നെഹ്റു കരിയപ്പയെ വിളിച്ച് പറഞ്ഞത് ഉടൻ യുദ്ധം നിർത്താനാണ്. അപ്പോൾ കരിയപ്പ പറഞ്ഞു 24 മണിക്കൂർ തന്നാൽ കറാച്ചി ഞങ്ങൾ പിടിച്ചടക്കുക, അത്ര വേഗത്തിലാണ് മുന്നേറുന്നത്. നെഹ്റു പറഞ്ഞു തീരുമാനം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയാണ്. നേതൃത്വം തീരുമാനിച്ചാൽ, ഭരണകൂടം തീരുമാനിച്ചാൽ അനുസരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഭവിഷ്യത്ത് രൂക്ഷമായിരിക്കും. കരിയപ്പയ്ക്ക് യുദ്ധം നിർത്തി പോകേണ്ടി വന്നു. അപ്പോൾ ഒരുപക്ഷെ നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്ന്
അന്ന് പാകിസ്ഥാനിൽ ഇന്നിപ്പോൾ പാകിസ്ഥാനുമായി നടക്കുന്ന ഏറ്റുമുട്ടലൊക്കെ തടയാൻ കഴിയുമായിരുന്ന ഒന്നാമത്തെ സംഭവമായിരുന്നെന്ന്. അന്ന് ഇന്ത്യ കയറി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കാശ്മീർ വാദം ഉയർത്താൻ പാകിസ്ഥാൻ എന്താ പറയുക, പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അന്ന് ഇത് ചെയ്തു എന്ന് മാത്രമല്ല, 71 യുദ്ധത്തിൽ 13 ദിവസം കൊണ്ടാണ് ഇന്ദിരാഗാന്ധി തോൽപ്പിച്ചത് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രമുണ്ടായത്. അവിടെയും 90,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ കീഴിലായിരുന്നു. ഇന്ത്യ അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു. സിംല കരാറിന് വേണ്ടി ഭൂട്ടോ വന്നപ്പോൾ സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്തിനും തയ്യാറായിരുന്നു, എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷേ ഇന്ദിരാഗാന്ധി മഹാമനസ്കയായിരുന്നു. അവർ ഒരു തരത്തിലും അന്ന് പാക് കാശ്മീർ ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞാൽ തരേണ്ടി വരുമായിരുന്നു. പക്ഷേ ആ തരത്തിലൊന്നും പോയില്ല, അവരെ നിരുപാധികം വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ 2 ചാൻസ് ആ കാലഘട്ടത്തിൽ ഇന്ത്യ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതാണ് ഇപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൈനയുടെ കാര്യത്തിലും ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു വിരോധത്തിന് ഒരു കാരണം, ടിബറ്റിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ദലൈ ലാമ ഇന്ത്യയിലെത്തിയപ്പോൾ അഭയം കൊടുത്തു എന്നുള്ളതാണ്. അത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. കാരണം ടിബറ്റിലെ ദലൈ ലാമയെ പിടികൂടി ടിബറ്റ് ലാമയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ചൈന ആഗ്രഹിച്ചു. ഇപ്പോൾ ടിബറ്റ് ചൈനയുടെ കൈവശം തന്നെയാണ്. അത് ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ടിബറ്റിനെ ഒരു സ്വതന്ത്ര മേഖലയായിട്ട് നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചൈനയ്ക്ക് നമ്മുടെ അതിർത്തിയിൽ കയറി ഇങ്ങനെ ആക്രമിക്കാനും ബഹളമുണ്ടാക്കാനും കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരാജയങ്ങൾ നെഹ്റുവിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ ഒരു പക്ഷേ രാജ്യത്തുള്ള പലരും പറയാറില്ല. പക്ഷേ നെഹ്റു ഒരേ സമയം ഇന്ത്യ കണ്ട, ഇന്ത്യയെ ഒരുമിച്ച് നിർത്തിയ വലിയ നേതാവാണ്. ഒപ്പം പക്ഷേ രാജ്യരക്ഷയുടെ കാര്യത്തിൽ നെഹ്റുവിന് ചില പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ, അത് പറയേണ്ടിയിരിക്കുന്നു. നെഹ്റു കാലത്തെ അതിജീവിക്കുന്ന നേതാവാണ്. പക്ഷേ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരുപാട് വിശ്വസിച്ചു പോയി ചൈന പോലുള്ള രാജ്യങ്ങളെ. അതിന് 1962 യുദ്ധത്തിൽ തോറ്റ ഒരു വലിയ തിരിച്ചടി കിട്ടിയ ശേഷം അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. നെഹ്റു ഭൂരിപക്ഷം സമയവും അദ്ദേഹം കിടപ്പിലായിരുന്നു. 64 അദ്ദേഹത്തിൻ്റെ നില മോശമായി. മെയ് 26 അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. 27 ജവഹർലാൽ നെഹ്റു മരണമടഞ്ഞുവെന്ന വാർത്ത പാർലമെൻറ്റിൽ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് ലോകമെമ്പാടും നിന്നും വലിയ രീതിയിലുള്ള ആദരവ് ലഭിച്ചു. അത് സംസ്കാരം നടന്നത് ശാന്തിവനിലാണ്, യമുനയുടെ തീരത്താണ്. 15 ലക്ഷം പേരാണ് ജവഹർലാൽ നെഹ്റുവിന് അവസാനമായിട്ട് അന്ത്യോപചാരം അർപ്പിക്കാനും അവസാന നോക്ക് കാണാനുമായിട്ട് എത്തിയത്. അത്രയും വലിയ നേതാവായിരുന്നു, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില പാളിച്ചകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചെറിയ തരത്തിലല്ല വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കി എന്നുള്ളത് ഈ സമയത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നെഹ്റുവിനെ വിലയിരുത്തേണ്ടത് നെഹ്റു ലോകതലത്തിൽ ഇന്ത്യക്ക് നേടിക്കൊടുത്ത ഒരു വലിയ മേൽവിലാസം, ജനാധിപത്യത്തിന് നേടിക്കൊടുത്ത വലിയ മേൽവിലാസം, അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു പരാജയം പോലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് സംഭവിച്ച ക്ഷീണം, അല്ലെങ്കിൽ നെഹ്റുവിനെ പോലുള്ള ക്രാന്തദർശികൾ കാണാതെ പോയ ചൈന ഇന്നും ഇന്ത്യയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.